ഇന്നലത്തെ എപ്പിസോഡിനെ കുറിച്ച് വിശദമായിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാൻ സൗകര്യമുള്ളവർ ഒന്ന് എടുത്ത് കാണുക. എനിക്ക് ഇന്ന് പറയാനുള്ളത് 2 വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വേദലക്ഷ്മിയുടെ കാര്യവും രണ്ടാമത് അനുമോളുടെ കാര്യവുമാണ്. അപ്പം ഞാൻ ആദ്യമേ പ്രവീൺ വന്നപ്പോഴേ ഞാൻ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്തിരുന്നു, പ്രവീണും അനുമോളും തമ്മിലുള്ള ലവ് ട്രാക്ക് നമുക്ക് തുടങ്ങുന്ന സാധ്യത തോന്നുന്നുണ്ട്. അത് കൃത്യമായിട്ടും ഇപ്പം മിക്കവരും അത് പറയുന്നുണ്ട്, അങ്ങനെ ലവ് ട്രാക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ അത് ആദ്യമേ പറഞ്ഞ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നലെയൊക്കെ നമുക്ക് കാണാൻ സാധിച്ചത് വൈകുന്നേരം ആസ് യൂഷ്വൽ നമ്മുടെ പ്രവീണിനെ കൊണ്ടിരുത്തി കൈ നോക്കുന്നതും കാര്യങ്ങൾ പറയുന്നതും ഒക്കെ നമ്മൾ കണ്ടു രാത്രിയിൽ. അതേപോലെ തന്നെ ഇന്നലത്തെ സംഭവം, അതായത് ഇന്നലെ നൂറെ ഒരു മുതലാളിയാക്കി നൂറില എന്ന് പറയുന്ന ചപ്പലിന്റെ ഓണറാക്കി അങ്ങനെ വിലസിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ അനുമോൾക്ക് സത്യം പറഞ്ഞാൽ ഒരു റോളുമില്ല. അനുമോളെ ആ ടാസ്കിനകത്ത് ബിഗ് ബോസ് എടുത്തിട്ടില്ല. മനഃപൂർവ്വമാണോ എന്താണെന്നറിയില്ല. കാരണം അനുമോൾ എടുത്തിന് അനുമോൾ അതിനകത്ത് കിടന്ന് തകർത്തേന് ഇഷ്ടം പോലെ കണ്ടന്റ് ഉണ്ടാക്കിയെന്ന കാര്യത്തിൽ 100% ഉറപ്പാണ്. പക്ഷേ ഇന്നലെ മനഃപൂർവ്വം എന്നോണം അനുമോളെ ഇന്നലെ ആ ടാസ്കിൽ എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഹൈലൈറ്റ്. പക്ഷെ അനുമോൾ അതിനകത്ത് പുള്ളിക്കാരിയുടേതായ രീതിയിൽ പ്രവീണിനെ ഭർത്താവായിട്ടും അനുമോൾ ഭാര്യയായിട്ടും മുഖിച്ചില്ല മറ്റേ നമ്മുടെ പ്ലാച്ചിയൊക്കെ എടുത്ത് കൊച്ചായിട്ട് കാണിച്ചായിരിക്കും, പിള്ളേർക്ക് പൈസ ഇല്ല, ഞങ്ങൾക്കൊരു ജോലി ഇതാന്നൊക്കെ പറഞ്ഞ് കുറേ ഈ നൂറെ നമുക്ക് ദേഷ്യപ്പെടുത്തുന്ന രീതിയിൽ പുറകെ നടക്കുന്ന കുറേ സീന്, അതായത് ഈ ടാസ്കിനകത്ത് ആ റൂമിൽ കയറുന്നത് വരെ അനുമോൾ അതിനകത്ത് നിറഞ്ഞു നിന്നു എന്നുള്ളത് സംശയമില്ലാത്ത കാര്യം തന്നെയാണ്. പുള്ളിക്കാരി ആവശ്യത്തിനത് നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പ്രവീണും ആ കൂടെ നിന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. അതേപോലെ തന്നെ റെന ഫാത്തിമയും അവിടെ നിന്ന് ഞാൻ കസ്റ്റമറാണ് അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരിയും അതിനകത്ത് നന്നായിട്ട് ആക്ട് ചെയ്തു. അതിനകത്ത് നമ്മളെ കാണാത്ത ആൾക്കാർ നെവിനെയും അതുപോലെ തന്നെ ആര്യന് ജസ്സേല് അവരെയൊന്നും നമ്മൾ അതിനകത്ത് കണ്ടില്ല. അതുപോലെ തന്നെ അനീഷും വന്ന് എനിക്കൊരു ജോലി തരണം, എനിക്ക് ജോലിയില്ല, എൻ്റെ ജോലി നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ വന്ന് കാണുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട്. പക്ഷേ അതിനകത്ത് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കിട്ടിയത് ഒരു റോളും ഇല്ലാതിരുന്നിടത്ത് പോലും അനു അവിടെ സാഹചര്യം ഉണ്ടാക്കി റോൾ ഉണ്ടാക്കി പെട്ടെന്ന് കൊണ്ടുവന്നു എന്നുള്ളത് വളരെ നമുക്ക് പെട്ടെന്ന് ഇൻട്രസ്റ്റ് തോന്നുന്ന ഒരു കാര്യം തന്നെയാണ്. സാധാരണ അനുവിനെക്കുറിച്ച് മോശം പറയുമ്പോൾ ആൾക്കാർ നമ്മളെ ചീത്ത വിളിക്കാറുണ്ട്. പക്ഷേ ഇത് നമ്മൾ ഉള്ള കാര്യം ഉള്ള പോലെ പറയണം. നമ്മൾ കണ്ടോണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന കാര്യങ്ങളല്ലേ നമ്മൾ പറയുന്നത്. നല്ലതൊരാൾ ചെയ്താൽ നല്ലതെന്ന് പറയാനുള്ള മനസ്സുണ്ടാവണമല്ലോ, അത് തന്നെ ഉള്ളൂ. നമുക്ക് ചിലപ്പോൾ നമുക്കത് അരോചകമായിട്ട് തോന്നും. ഇത് പറഞ്ഞ പോലെ റെന ഫാത്തിമയുടെ ശബ്ദം കിടക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അരോചകമായിട്ട്, ഇപ്പം അതുപോലെ മസ്താനി നമ്മൾ വാ തുറക്കുമ്പോഴേ നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് ടെൻഷനായിപ്പോയി, ഇത് നിർത്തിയാൽ മതി എന്നുള്ള തോന്നൽ വരും. അപ്പം അങ്ങനെ ചില സമയത്ത് നമ്മളും ചിലപ്പോൾ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്തായിരിക്കും ഇത് കാണുന്നത്. അപ്പം നമുക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷേ ഇന്നലെ അനുമോൾ നന്നായിട്ട് സ്ക്രീൻ സ്പേസ് എടുത്തെന്ന് മാത്രമല്ല അനുമോൾ ഇന്നലെ സ്കോർ ചെയ്യുകയും ചെയ്തു. അതുപോലെ തന്നെ വേദലക്ഷ്മി, അത് പറയാതിരിക്കാൻ പറ്റില്ല. അടുത്ത വീഡിയോ ഞാൻ പറയാം.